നിശബ്ദ പ്രചരണ ദിവസം പാലക്കാട് ചിറ്റൂരിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നലെ മാത്യു കോഴിനാട് ഉന്നയിച്ചിട്ടുള്ള തോട്ടപ്പള്ളി സ്പിൽവേയും പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ്. ഏതായാലും ഈ വിഷയത്തിൽ ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ വണ്ടിത്താവളത്ത് ഒരു നിരാഹാര സമരം നടത്തുന്നു. ഇപ്പോൾ ഇതാ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് V മുരുകദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം K കൃഷ്ണൻകുട്ടിയുടെ കൂടെ ദീർഘകാലം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. എന്തായാലും മന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ മാത്യു കോഴിനാടൻ ഉന്നയിച്ചിട്ടുള്ളത്. അത് ഗുരുതരമൊന്നുമല്ല. ഗുരുതരമായിട്ടുള്ള ആരോപണം, കഴമ്പുള്ള ആരോപണങ്ങളെയല്ലേ നമ്മൾ ഗുരുതരമെന്ന് പറയുക. ഇതെന്ത് എങ്ങനെയാണ് ഗുരുതരമെന്ന് പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്? പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന്. അതേന്ന്, പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള നിലയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. മനുഷ്യനിർമ്മിതമാണ് പ്രളയം എന്ന നിലയിലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും ഈ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ പല ആളുകളുടെ ഹർജികളായി വന്നിട്ടുള്ളതാണ്. ആ കാര്യങ്ങളിൽ അന്വേഷണ ഏജൻസി, കോടതി വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തി അത് മനുഷ്യനിർമ്മിതമല്ല എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ എന്താണ് ഇതിൽ ഗുരുതരം എന്ന് പറയുന്നത്? ഏറ്റവും അവസാന മണിക്കൂറിൽ ഇത്തരത്തിലൊരു ഓഡിയോ പുറത്തു വന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നുണ്ടല്ലോ. തീർച്ചയല്ലേ. UDF നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികളെയും നേതാക്കന്മാരെയും കണ്ടതാണ്. ചിറ്റൂരിൽ ഒരു വികസനവും നടന്നിട്ടില്ല എന്നതായിരുന്നു UDF തുടക്കം മുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല. അത് ചീറ്റിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ ഇലക്ഷൻ്റെ തൊട്ട് മുന്നിലുള്ള ദിവസം ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് 2018 ഓഡിയോ ക്ലിപ്പാണെന്നല്ലേ പറഞ്ഞ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ഈ ആളുകളൊക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഒരു ദിവസം മുമ്പ് വരെ ഇത് കാത്തിരുന്നു? നേരത്തെ തന്നെ ഈ ആരോപണം പറയായിരുന്നല്ലേ. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം വരെ കാത്തിരിക്കേണ്ടല്ലോ. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഗൂഢാലോചന ഉണ്ടാവാം. ഗൂഢാലോചന ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങളിതിനെക്കുറിച്ച് ഇപ്പോൾ അതിൽ ഗൂഢാലോചന നടത്തിയാലും ആരോപണം ഉന്നയിച്ചാലും കഴമ്പില്ലാത്ത ആരോപണത്തിൻ്റെ പിന്നിൽ നിൽക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഇടതുപക്ഷ മുന്നണിക്ക് സമയമില്ല. ആരോപണമുള്ള ആളുകൾ ആരോപണത്തിൻ്റെ പുറകിൽ പൊക്കോട്ടെ. എതിർ സ്ഥാനാർത്ഥിയോടെ ഒരു നിരാഹാര സമരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ രീതികളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ രീതിക്കനുസരിച്ചും ചെയ്യട്ടെ. അതിപ്പോൾ മറ്റ് പ്രചരണത്തിനുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നൊക്കെ അദ്ദേഹത്തിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ അതല്ല. ഞങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചേട്ടപ്പടിയുള്ള LDFന് ഒരു രീതിയുണ്ട്. അതനുസരിച്ച് രാഷ്ട്രീയം പറഞ്ഞു മണിക്കൂറെങ്കിലും ഈ ഒരു ശബ്ദരേഖ ഒരു പ്രതിസന്ധിയും ഒരു ആശങ്കയും തന്നെയല്ലേ? അല്ല, അത് ജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാം. കേരള സമൂഹം കൃത്യമായ രാഷ്ട്രീയ ധാരണകളുള്ളവരാണ്. അവർക്കിത് ഓർമ്മയുണ്ടാവും. ഈ പറഞ്ഞ പ്രളയം കഴിഞ്ഞ സമയത്ത് മാധ്യമങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വാർത്തകൾ വന്നു. കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, നിയമസഭയ്ക്കകത്തുള്ള ചർച്ച, അതിന് ചോദ്യം, അതിനുള്ള മറുപടി, ഇതൊക്കെ കേരളത്തിൽ പൊതുസമൂഹം അങ്ങനെ മറക്കില്ലല്ലോ. സത്യത്തിൽ ഇത് അവർ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ തിരിച്ച് കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ സമൂഹം ചിന്തിക്കും. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അന്ന് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, ഇപ്പോൾ എന്തിനത് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ തിരിക്കും. അത് അവർക്ക് തന്നെ തിരിച്ചടിയാവും. ആരോപണത്തിന് ഒരു കഴമ്പും അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് UDF സുമേഷ് ചോദിക്കുന്നത്. അല്ല, അത് ചോദിച്ച ആളുകളോട് പറയണം. സുമേഷ് ഒരു അഭിഭാഷകനാണ്. ഒരു കേസ് നമ്മൾ കൊടുക്കുന്ന പെറ്റീഷണറാണ് ആരോപണം തെളിയിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിയിക്കാൻ പുറകെ നടക്കേണ്ട കാര്യമില്ല. ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തി പറയണം? നേരെ പരാതിയല്ലേ കൊടുക്കേണ്ടത്. ഇത് ഇത്രയും വലിയ ഗുരുതരമാണ് എന്ന് അവർ പറയുന്ന ആരോപണം ഗുരുതരമായെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? അതിന് പകരം പത്രസമ്മേളനം വിളിച്ചല്ലോ ഇലക്ഷൻ്റെ തലേദിവസം പറയാൻ. ഈ കാരണങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്രയോ കാലം മുമ്പുള്ളതാണെന്നല്ലേ പറയണത്. 18 അല്ലേ ഈ ചർച്ചകളൊക്കെ? 18 ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞു. ഈ 8 വർഷം എന്തിനാ കാത്തിരുന്ന്? ഇന്നത്തെ ദിവസം ഇതിന് പിന്നാലെ പോകുന്നില്ല. ദിവസം എന്നല്ല, ഇതൊന്നും ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ പോകാനൊന്നുമല്ല. നമ്മളിവിടെ വോട്ടർമാരെ കാണാൻ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പരമാവധി ആളുകളെ സമയം കുറച്ചാണ് ഇത്തവണ ഇലക്ഷന് കിട്ടിയത്. ഇതൊന്നും ഏശില്ല, എവിടെയും ഏശില്ല. ചിറ്റൂരിൽ നല്ല കേരളത്തിൽ എവിടെയും ഇത് ഏശില്ല. കാരണം കേരളത്തിലെ ജനത ഇത് കൃത്യമായി മനസ്സിലാക്കിയത്. ഇത്തരം ആരോപണങ്ങളൊന്നും കേരളത്തിൽ ഒരു രീതിയിലും ഏശില്ല എന്നുള്ളതാണ് ചിറ്റൂരിലെ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയുള്ള അഡ്വക്കേറ്റ് V മുരുകദാസ പറയുന്നത്. മാത്രമല്ല ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്നുൾപ്പെടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.